സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പടം. സൂപ്പർ പടം. നല്ല പടം, നല്ല അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സൂപ്പർ പടം, അടിപൊളി പടം. ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ്. ലാലേട്ടന്റെ തിരിച്ചുവരവ് തന്നെയാണ്. നല്ല നമ്മള് ആദ്യ അവസാനം അത് സമയം പോകുന്ന അറിയുന്നില്ല. അത്ര നല്ല പിടിച്ചിരുത്തുന്നുണ്ട് പടം. ആദ്യ അവസാനം പിടിച്ചിരുത്തുന്നു. ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള വിഷയത്തിൽ തീർച്ചയായും ഇന്നത്തെ കാലിക പ്രസക്തി, പിന്നെ ഇപ്പൊ ന്യൂ ജനറേഷൻ കുട്ടികള് പ്രതികരിക്കുന്ന കുട്ടികളുടെ ഏറ്റവും ഒരു തുറന്ന പുസ്തകം പോലെയാണ് സിനിമ. നല്ല സിനിമയാണ്. ലാലേട്ടൻ എന്ന മികച്ച ഒരു അഭിനേതാവിന്റെ വൻ തിരിച്ചുവരവായി ഈ നേര് കണക്കാക്കാൻ സാധിക്കും. തീർച്ചയായും ഇത് നമ്മൾ കാണുന്ന ഒരുപാട് അതായത് ഒരു സെന്റിമെന്റ്സ് കാര്യമൊക്കെ ആയി നമുക്ക് പടം ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ശരിക്കും ഒരു നൊമ്പരം ബാക്കി വെച്ചിട്ടാണ് പടം കഴിയുന്നത്. അഭിനയം നന്നായിട്ടേ, നല്ല അഭിനയമായിരുന്നു. ദൃശ്യം പോലെ ഒരു ത്രില്ലറാണോ? ഏകദേശം അതിന്റെ ലെവലിൽ വരുന്നു. നല്ല പടം, അതിമനോഹരമായ ഒരു മൂവി. ജിത്തു ജോസഫ് ഒന്നുകൂടി നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു. ദൃശ്യം 2-ന് ശേഷം തെറ്റിക്കുന്ന ഒരു സിനിമയാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. അതിമൻ സിനിമ കണ്ടതിന് ശേഷം ശക്തമായ ഒരു വക്കീൽ വേഷം ഇന്ന് കണ്ട് ഞങ്ങള്. ലാലേട്ടന്റെ സൂപ്പർ. സ്ക്രീനിൽ കുറെ കാലത്തിന് ശേഷം അല്ല, ഇടക്കിടക്ക് കണ്ടോണ്ടുണ്ട്. എല്ലാം കണ്ട്. ഒന്നൊന്നും ഓരോരു കൊല്ലം കഴിയുമ്പോ മെച്ചപ്പെട്ടു പോന്ന്. നല്ല ഫിലിമാണ്. ഇങ്ങനെ പെൺകുട്ടികൾക്ക് നീതിന്യായം ലഭിക്കട്ടെ. അതുപോലെ നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. എന്താ ഈ സിനിമ കണ്ടതിന് ശേഷം ഒരു കോർട്ട് ഡ്രാമ ആണല്ലോ സിനിമ പറയുന്നത്. മാത്രമല്ല ഒരു ഇമോഷണൽ ത്രില്ലറാണ്. അപ്പൊ അത് കണ്ടപ്പോ എന്ത് തോന്നി? ഇമോഷൻ ത്രില്ലറാണ്, എന്നാലും നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തില് ഒരു പെൺകുട്ടി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ശക്തമായ കഥാപാത്രം തന്നെയാണ് ഇതിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു അന്ധയായ കഥാപാത്രം അഭിനയിച്ച ഒരു പെൺകുട്ടി അസാധ്യമായ അഭിനയ മികവാണ് കാഴ്ചവെച്ചത്. അപ്പം തീർച്ചയായിട്ടും പെൺകുട്ടികളിലെ എല്ലാ അച്ഛനമ്മമാരും കുടുംബമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അതെ, ഉറപ്പായിട്ടും കണ്ടിരിക്കണം. കാരണം നമ്മളിന്ന് ദിവസവും ഒരു 5 പീഡനം, അതേപോലെ റേപ്പ് കേസെല്ലാം ഒരുപാട് പത്രത്തിൽ വായിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കാണുക. കണ്ണ് നിറഞ്ഞിട്ടല്ലേ നമുക്ക് ഇറങ്ങി വരാൻ പറ്റൂല. നല്ലൊരു മൂവിയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ കാണേണ്ട ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ തിരിച്ചു വരവില് എന്താ പറയാ, ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ഇത്. കാരണം പറയാൻ വാക്കുകളില്ല. നിങ്ങൾ കണ്ടു നോക്കിയാൽ ബാക്കി മനസ്സിലാവാൻ പറ്റും. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടാണ്.